Hello friends, welcome to my YouTube channel Haru and Thanu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കടായി ആദ്യം ചൂടാക്കാം. കടായി ചൂടായതിനു ശേഷം നമുക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കായ, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 10 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിച്ചെടുത്തത്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂസ് ആണ്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ അടുത്ത് കാഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കടായിക്ക് നല്ലൊരു ചൂടുണ്ടാകും. ഈ ചൂടിൽ കിടന്ന് മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറിക്കിട്ടും. ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഈ കടായിൽ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 4 എണ്ണം ചേർത്ത് കൊടുക്കാം. സവോള ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേകുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പോൾ സവോള ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവോളയും ചിക്കനും ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിന് എരിവുണ്ട്. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ഈ മസാല പേസ്റ്റ് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ട വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മസാല ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ചിക്കൻ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി വെന്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ ഒപ്പമാണ് ഞാനിന്ന് സെർവ് ചെയ്യുന്നത്. ചോറിൻ്റെയും അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പൂരി, ചപ്പാത്തി എല്ലാത്തിൻ്റെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.